ഹായ് ഫ്രണ്ട്സ്, ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ നാലാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന ടോപ്പിക്കാണ് എടുക്കുന്നത്. മോഡേൺ ഹിസ്റ്ററി അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും അധികം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് വന്ന ഒരു ചാപ്റ്ററാണ് ഇതും തൊട്ട് മുമ്പേ നമ്മൾ എടുത്ത ചാപ്റ്റർ ഏതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം മോഡേൺ ഹിസ്റ്ററി നമ്മൾ സിലബസിൽ വരുന്നത് തന്നെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നത് തന്നെ ഏതാണ്, ആ ഒരു ചാപ്റ്ററായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണിത്. ഇതിൽ മാർക്ക് ചെയ്ത കാര്യങ്ങൾ എന്തായാലും ഈ ചാപ്റ്റർ പറ്റുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, SCRT തന്നെ ഫുള്ളായിട്ട് വായിച്ചു നോക്കുക. കാരണം ജനറലായിട്ട് ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് വായിച്ചു നോക്കിയാലേ കിട്ടും. ഇതിൽ ഫാക്ട്സുകൾ ഒത്തിരി ഉണ്ടെങ്കിലും ഇതിൽ നിന്ന് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പല ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുന്നതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവണം. അതായത് ആ ഒരു സമരം രീതികളും ആ ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് മൊത്തത്തിൽ വായിച്ചു നോക്കണം. എപ്പോഴെങ്കിലും ഒന്ന് വായിച്ചു നോക്കണം. അതിനുശേഷം ഈ ഒരു പോയിന്റുകൾ എഴുതിയെടുത്തിട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നിരവധി ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഒരു ഭരണത്തിൽ സ്റ്റാർട്ടിങ് മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിരവധി ബ്രിട്ടീഷുകാരുടെ ഭരിക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നു, നിരവധി സാമൂഹിക അനാചാരങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്താണെങ്കിലും അതിന് മുമ്പേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ശൈശവ വിവാഹം, അതേപോലെ വിധവാ വിവാഹ നിഷേധം. വിധവാ വിവാഹ നിഷേധമാണ്, വിധവകൾക്ക് പുനർവിവാഹം ചെയ്യാൻ നിഷേധിക്കുന്ന പരിപാടിയാണത്. ഇനി നരബലി, അതേപോലെ ശിശു ഹത്യ, അടിമത്തം തുടങ്ങിയ പല അനാചാരങ്ങളും സമൂഹത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ സമയത്താണെങ്കിൽ അതിന് മുമ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെ 19-ാം നൂറ്റാണ്ടോടെ ഏകദേശം 1800 സമയത്തൊക്കെ പല ആളുകളും ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രതിഷേധിച്ച് മുന്നോട്ട് വരുന്ന മാത്രമല്ല, അവർ പല പ്രസ്ഥാനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ പല പ്രസ്ഥാനങ്ങളും ഇതിൽ ഈ ഒരു അനാചാരങ്ങൾക്കെതിരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് പഠിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം പഠിക്കേണ്ട ഒരാൾ ആര് തന്നെയാണ്, രാജാറാം മോഹൻ റോയ് തന്നെയാണ്. അപ്പോൾ രാജാറാം മോഹൻ റോയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ഇതിൽ ടോപ്പിക്കായിട്ട് രാജാറാം മോഹൻ റോയ് ഒത്തിരി പോയിന്റുകൾ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള പോയിന്റുകൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് ഇത് ആദ്യം അങ്ങ് പഠിച്ചു നോക്കാം. രാജാറാം മോഹൻ റോയെ പറ്റി പറയുകയാണെങ്കിൽ സതി, ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ഒരു റിനേസൻസ് ലീഡറാണ് രാജാറാം മോഹൻ റോയ്. അത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെൻഡിക് പ്രഭു ആണ് സതി എന്ത് ചെയ്തത്, നിരോധിച്ചത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെൻഡിക് പ്രഭു ആണ് സതി നിരോധിച്ചത്. ഈ സതി നിരോധിക്കാൻ വില്യം ബെൻഡിക്കിനെ പ്രേരിപ്പിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോൾ അങ്ങനെ അതിനുള്ള പ്രധാന കാരണക്കാരൻ രാജാറാം മോഹൻ റോയ് ആയിരുന്നു, സതി നിരോധിക്കാനുള്ള ഒരു പ്രചോദനമായിട്ട് മാറിയത്. അപ്പോൾ രാജാറാം മോഹൻ റോയെ പറ്റി പഠിക്കുകയാണെങ്കിൽ അടുത്തത് അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഏകദേശം എല്ലാ വ്യക്തികൾക്കും എന്തുണ്ട്, അവർ രൂപീകരിച്ച സംഘടനയും ഒന്നിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ രാജാറാം മോഹൻ റോയിയുടെ സംഘടനയാണ് ബ്രഹ്മസമാജ്. ഇപ്പോൾ ബ്രഹ്മസമാജ് എന്നുള്ള സംഘടന രൂപീകരിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അടുത്തത് രാജാറാം മോഹൻ റോയിയുടെ ഒരു കോട്ട് പഠിക്കാണ്ട്, ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ്. അപ്പോൾ രാജാറാം മോഹൻ റോയുമായിട്ട് ബന്ധപ്പെട്ട 3 പോയിന്റുകളാണ് ഈ ഒരു ടോപ്പിക്കിൽ പഠിച്ചത്. ഈ ഒരു സെഷനിൽ മാത്രമായിട്ട് പഠിച്ചത് എന്തൊക്കെയായിരുന്നു, സതി നിരോധിക്കാൻ വില്യം ബെൻഡിക്കിനെ പ്രേരിപ്പിച്ച വ്യക്തി, അതേപോലെ ബ്രഹ്മസമാജ് എന്ന സംഘടന രൂപീകരിച്ചത്, അതേപോലെ ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം എന്ന കോട്ട് പറഞ്ഞിരിക്കുന്നു ആര് തന്നെയാണ്, ഈ രാജാറാം മോഹൻ റോയാണ്. രണ്ടാമത്തെ വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയെ പറ്റി പറയുകയാണെങ്കിൽ ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയും എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പം അദ്ദേഹത്തിൻ്റെ സംഘടനയാണ് ആര്യ സമാജം. ഇനി അദ്ദേഹം ആഹ്വാനം ചെയ്ത കോട്ടാണ് വേദങ്ങളിലേക്ക് മടങ്ങുക. വേദങ്ങളിലേക്ക് മടങ്ങുവാണ്, ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വാമി വിവേകാനന്ദനാണ്. അതുമായിട്ട് എന്ത് ചെയ്യരുത്, കൺഫ്യൂസ്ഡ് ആയി പോരുത്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അപ്പോൾ ഇവിടെയും സ്വാമി ദയാനന്ദ സരസ്വതിയെ പറ്റി 3 പോയിന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, ആര്യ സമാജം സ്ഥാപിച്ചു, വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന കോട്ട്, അതേപോലെ ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയും എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. അടുത്തത് 3ാമത്തെ വ്യക്തിയാണ് ജ്യോതിറാവു ഫുലെ. ജ്യോതിറാവു ഫുലെ ഓർത്തുക, വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് ആര്, ജ്യോതിറാവു ഫുലെ. അപ്പോൾ വിധവാ പുനർവിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ ജ്യോതിറാവു ഫുലെയാണ്. ഇനി 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച അദ്ദേഹം അധസ്ഥിത വിഭാഗക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകി. അപ്പോൾ ആ പോയിന്റോട് ഓർത്തോക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്താ, 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച വ്യക്തിയാണ് ആര്, ജ്യോതിറാവു ഫുലെ.
അദ്ദേഹത്തിന്റെ സംഘടനയാണ് സത്യശോധക് സമാജ്. അദ്ദേഹത്തിന്റെ സംഘടനയാണ് ഇത് സത്യശോധക് സമാജ്. ഇനി അടുത്ത പോയിന്റ്, നാലാമത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ, നാലാമത്തെ വ്യക്തിയെ പറയുകയാണെങ്കിൽ പണ്ഡിത് രമാബായ്. സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ച വ്യക്തിയാണ് ഇത് പണ്ഡിത് രമാബായ്. പണ്ഡിത് രമാബായ് സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ച വ്യക്തിയാണ് ആര്? രമാബായ്. അതേപോലെ സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ പോരാടിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാലും പണ്ഡിത് രമാബായ് തന്നെയാണ്. പണ്ഡിത് രമാബായ് ഓർത്തോക്കണേ. അതിൽ ആര്യ മഹിളാ സഭ മുമ്പ് ചോദിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യാറുണ്ട്, അടുത്ത് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അടുത്ത വ്യക്തി നാലാമത്തെ വ്യക്തിയാണ് ഇപ്പോൾ പഠിച്ചത്. അഞ്ചാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സർ സയ്യിദ് അഹമ്മദ് ഖാനെയാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാനെ മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ വ്യക്തിയാണ് ആര്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അപ്പോൾ അദ്ദേഹം സ്ഥാപിച്ച കോളേജാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജാണ് അദ്ദേഹം സ്ഥാപിച്ചത്. അതാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? പ്രസിദ്ധമായ അലിഗഡ് മുസ്ലിം സർവകലാശാലയായിട്ട് പിന്നെ മാറിയത്. അപ്പോൾ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അത് പിന്നീട് എന്തായിട്ട് മാറി? അലിഗഡ് മുസ്ലിം സർവകലാശാലയായിട്ട് മാറി. അപ്പോൾ ഇത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ പറഞ്ഞിരിക്കുന്ന ഒരു കോട്ട് കൂടി ഇവിടെ ഓർത്തോക്കാനുണ്ട്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. ഈ ഒരു കോട്ട് ഓർത്തോക്കണം. കോഡ്സ് ചോദിക്കാറുണ്ട് SCRTയിലുള്ള. അപ്പോൾ ചോദിക്കുവാണെങ്കിൽ എന്ത് ചെയ്യാറ്, ഇതാരാ പറഞ്ഞെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇനി അഞ്ചാമത്തെ ആൾ കഴിഞ്ഞാൽ ആറാമത്തെ ആളെ നമുക്ക് പഠിക്കാനുള്ള സ്വാമി വിവേകാനന്ദനാണ്. ജാതീയമായ ഉച്ചനീചത്വങ്ങളും അതേപോലെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പരിഷ്കർത്താവായിരുന്നു ആര്? സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ സ്വാമി വിവേകാനന്ദ ഒരു കോട്ട് കൂടി നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? ഈ സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ ശ്രീരാമകൃഷ്ണ പരമഹംസനാണ്. അതുകൊണ്ട് തന്നെ വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയുടെ പേരാണെന്ത്? രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ എന്നുള്ള സംഘടന ആരാ സ്ഥാപിച്ചത്? സ്വാമി വിവേകാനന്ദനാണ് സ്ഥാപിച്ചത്. ഇനി ദേശീയ ബോധം വളരുന്നു. അപ്പോൾ ഈ സംഘടനകളൊക്കെ, ഇതല്ലാതെ ഒത്തിരി വേറെ സംഘടനകളുണ്ട്. ഇങ്ങനെ സംഘടനകളൊക്കെ സ്ഥാപിക്കുന്നതിലൂടെ എന്ത് ചെയ്തു? ഇന്ത്യക്കാരിൽ എല്ലാവരും ഒന്നിച്ചാണ് എന്നുള്ളൊരു ബോധം വരാനുള്ള കാരണമായിട്ടുണ്ട്. അതായത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും അവയുടെ നായകന്മാരുടെയും പ്രവർത്തനങ്ങൾ എന്ത് ചെയ്തു? ഇന്ത്യക്കാരിൽ പുതിയ ഒരു അവബോധം സൃഷ്ടിച്ചു. ഓക്കെ. അപ്പോൾ ഇനി അക്കാലത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ട രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഒരു പോയിന്റുകളിൽ പറയുന്നത്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഈ പോയിന്റുകളൊക്കെ. ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ഒറ്റ ഭരണത്തിന് കീഴിലാക്കി എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതിനുശേഷമാണ് മതപരവും ഭാഷാപരവും പ്രാദേശികവുമായ വൈവിധ്യങ്ങൾക്ക് അപ്പുറത്ത് എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്ന ഒരു ബോധം വന്നു. ആ ഒരു ബോധത്തെയാണ് എന്ത് വിളിക്കുന്നത്? ഇന്ത്യൻ ദേശീയത എന്ന് വിളിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഡെഫിനിഷൻ ഓർത്ത് വെക്കണം. ഇന്ത്യൻ ദേശീയത എന്ന് വെച്ചാൽ എന്താണ്? മതപരവും, അതായത് മതത്തിന് അതീതമായിട്ടും ഭാഷാപരവും പ്രാദേശികമായ എല്ലാ വൈവിധ്യങ്ങൾക്ക് അപ്പുറത്തും എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്നുള്ള ഒരു ബോധമില്ല. അതാണ് ഇന്ത്യൻ ദേശീയത എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ബുക്കിൽ നിന്നെടുത്ത ഒരു ഭാഗത്തിൻ്റെ ഒരു ഭാഗം കാണാം. അതൊന്നും പഠിക്കേണ്ട. ഇതിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ബുക്കാണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ളത് ഓർത്തോക്കണം. ജവഹർലാൽ നെഹ്റുവിൻ്റെ ബുക്കാണ് ഇന്ത്യയെ കണ്ടെത്തൽ. അത് ഓർത്തോക്കണം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉദയമാണ്. INCയുടെ ഉദയം അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉദയം 1885 ഡിസംബർ 28 ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫസ്റ്റ് സമ്മേളനം നടക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് മൊത്തത്തിൽ ഓർത്തോക്കണേ. 1885 ഡിസംബർ 28 ഓർത്തോക്കണം, ബോംബെ ഓർത്തോക്കണം, തേജ്പാൽ സംസ്കൃത കോളേജ് ഓർത്തോക്കണം. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 72 പേർ കേട്ടോ, 72 പേർ ഒത്തുകൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത്. അതിൽ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? WC ബാനർജിയാണ് അതിൽ അധ്യക്ഷത വഹിച്ചത്. അത് ഓർത്തോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഈ INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കാൻ മുൻകൈയെടുത്ത ഉദ്യോഗസ്ഥൻ, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് AO ഹ്യൂം എന്നുള്ള വ്യക്തിയും കൂടി എന്ത് ചെയ്യുക? ഓർത്തോക്കുക. INC രൂപീകരിക്കാൻ മുൻകൈയെടുത്ത ഉദ്യോഗസ്ഥൻ, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു AO ഹ്യൂം. അപ്പോൾ ഈ യോഗം വിളിച്ചു കൂട്ടാനൊക്കെ മുൻകൈ എടുത്തത് ആരാണ്? ഈ AO ഹ്യൂം ആണ്. ഇനി ഞാൻ പറഞ്ഞു, ആദ്യത്തെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറയുന്നത്, പ്രസിഡന്റ് എന്ന് പറയുന്നത്, INC പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരായിരുന്നു? WC ബാനർജി ആയിരുന്നു.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടാണ്, ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ഓക്കെ, ആദ്യ യോഗത്തിലെ പ്രസംഗത്തിൽ നിന്നെടുത്ത ഒരു ഭാഗമായിരുന്നു, WC ബാനർജിയുടെ ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് ഈ മൂന്നെണ്ണം ഇവിടെ തന്നിരിക്കുന്നത്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് എന്ന് പറഞ്ഞിട്ട് 4 തന്നിട്ടുണ്ടായിരുന്നു. ആ 3 ഈ 3 അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബോധം വളർത്തുക, അതേപോലെ ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായ ദേശീയ ബോധം വളർത്തുക, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇത് 3 കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇനി ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളെ ദേശീയ പ്രസ്ഥാനം എന്ന് വിളിക്കാം, അല്ലെ? സംഘടിതമായിട്ട് നടക്കുന്ന പ്രക്ഷോഭങ്ങളാണ് ദേശീയ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ INCയുടെ സമര രീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ 3 തരംതിരിച്ചിട്ടുണ്ട്. 3 ഘട്ടങ്ങളായിട്ടാണ് തരംതിരിച്ചത്. അതായത് കാലഘട്ടത്തിനനുസരിച്ച് തന്നെയാണ് 3 ആക്കിയത്. അതിൽ മിതവാദി ദേശീയ കാലഘട്ടം എന്നറിയപ്പെടും ഒന്നാമത്തത്, രണ്ടാമത്തത് തീവ്ര ദേശീയതയുടെ കാലഘട്ടവും, മൂന്നാമത്തത് ഗാന്ധിയൻ കാലഘട്ടമാണ്. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്ന പേരാണേത്? മിതവാദ ദേശീയ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ആ സമയത്ത് INCയുടെ മെയിനായിട്ടുള്ള അതിൻ്റെ ലീഡർഷിപ്പൊക്കെ വന്നത് ആരുടെ കൈകളിലായിരുന്നു? ദാദാഭായ് നവറോജി, അതേപോലെ ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തയ്യിബ്ജി, ഫിറോസ് ഷാ മേത്ത, ഇവരൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവരൊക്കെ അറിയപ്പെടുന്നതാണ് മിതവാദികൾ എന്നറിയപ്പെടുന്നതാണ് ഈ 4 പേര്. അപ്പോൾ ഇവരെന്താ, ഇവരുടെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയായിരുന്നു? പരാതികളും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ ഈ ആവശ്യങ്ങൾ ബ്രിട്ടീഷ് അധികാരികൾ എന്ത് ചെയ്തിട്ടില്ല, വേണ്ട വിധത്തിൽ പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവർ പ്രമേയം കൊടുക്കും, അതെന്ത് ചെയ്യും, ബ്രിട്ടീഷുകാർ തള്ളിക്കളയും. ആ ഒരു രീതിയിലായിരുന്നു 1905 വരെ പോയത്. അപ്പോൾ ഇതിൽ ദാദാഭായ് നവറോജിയുടെ ഒരു കാര്യം നമുക്ക് ഓർത്തുകൊണ്ട്, അതാണ് ചോർച്ചാ സിദ്ധാന്തം. ദാദാഭായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ചാ സിദ്ധാന്തം. അതായത് ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് ഏതൊക്കെ രീതിയിലാണ് ചോർത്തി കൊണ്ടുപോകുന്നത് എന്നതിനെ പറ്റി പഠിച്ചിട്ടുള്ള എഴുതിയിരിക്കുന്ന ഒരു സിദ്ധാന്തമായിരുന്നു ഇത്, ചോർച്ചാ സിദ്ധാന്തം. അപ്പോൾ അത് ഓർത്ത് വെക്കണം. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിക്കാറുണ്ട്. ദാദാഭായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇനി 1905 ഞാൻ പറഞ്ഞു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നടന്നു, അതാണ് ബംഗാൾ വിഭജനം. ബംഗാളിനെ കേന്ദ്രമാക്കിയിട്ടായിരുന്നു ഇംഗ്ലീഷുകാർ എന്ത് ചെയ്തത്, ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ ബംഗാളിലെ ബ്രിട്ടീഷുകാർ കരുതിയത് ബംഗാളിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്കാരുടെ പ്രതിഷേധത്തിൽ പല കുറവുണ്ടാവുന്നതായിരുന്നു അവരുടെ ഒരു ചിന്ത. അപ്പോൾ ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്, ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും, നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് പോകും. ഇത് പറഞ്ഞിരിക്കുന്നത് 1904 ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ ബംഗാളിൽ നിലനിന്നിരുന്ന ജനതയെ പറ്റിയിട്ടുള്ള അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇവ. അതായത് ഈ സാഹചര്യത്തിൽ അന്നത്തെ വൈസ്രോയി ആയിരുന്ന 1905 വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു എന്ത് ചെയ്തു, കഴ്സൺ പ്രഭു ബംഗാളിനെ 2 വിഭജിച്ചു. ആ വിഭജിച്ച ആ ഒരു ഭൂപടത്തിലെ ചിത്രമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇങ്ങനെ വിഭജിച്ചത് എന്ത് ചെയ്തു, വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഇടയാക്കി. അതിൽ ഗാന്ധിജി രവീന്ദ്രനാഥ് ടാഗോർ ഈ ഒരു വിഭജനത്തിനെതിരെ ദേശീയ നിലപാട് വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു: പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്രയിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായ 2 അറകളാണിത്. ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. അപ്പോൾ ഈ ഒരു കോട്ടിന്റെ ഒരു ഭാഗം നിങ്ങൾ ഓർത്ത് വെക്കണം. കോട്ടുകൾ ചോദിക്കാറുണ്ട്. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഹൃദയത്തിന്റെ 2 അറകളാണെന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോട്ട് പറഞ്ഞിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ ഈ ബംഗാൾ വിഭജനത്തിനെതിരെ എന്ത് ചെയ്യുന്നു, വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ, ഈ ഒരു പ്രതികരണങ്ങൾ ബംഗാൾ വിഭജനത്തിനെ പറ്റി ഉണ്ടായി. അതിൻ്റെ വിവിധ രീതിയിലുള്ള പ്രതികരണങ്ങളായിരുന്നു. ഒന്ന്, പ്രതിഷേധ യോഗങ്ങൾ, അതേപോലെ വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ എന്ത് ചെയ്തു, ഉപരോധിക്കാൻ തുടങ്ങി നാട്ടുകാർ. വിദേശ വസ്ത്രങ്ങളൊക്കെ തീയിട്ട് നശിപ്പിക്കാൻ തുടങ്ങി. സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു. അതേപോലെ ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടന്നു. അതേപോലെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞുള്ള ഒരു കാര്യം എന്നത് സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, അതേപോലെ വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നത് ബംഗാൾ വിഭജന സമരത്തിന്റെ ഒരു പ്രധാന മുദ്രാവാക്യമായിരുന്നു. ഇതൊന്ന് ഓർത്ത് നോക്കണേ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അതായത് അതിൽ വരുന്ന ഒരു പോയിന്റ് കൂടിയായിരുന്നത് പഞ്ചസാരക്ക് പകരം ശർക്കര ഉപയോഗിക്കാൻ വേണ്ടി ദേശീയവാദികൾ എന്ത് ചെയ്തു, പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതായത് പഞ്ചസാര അന്ന് ഇറക്കുമതി ചെയ്തിരുന്ന എവിടുന്നായിരുന്നു, ഇംഗ്ലണ്ടിൽ നിന്നായിരുന്നു. അപ്പോൾ ആ ഇംഗ്ലണ്ടിൽ നിന്ന് പഞ്ചസാര വരെ എന്ത് ചെയ്തു, ഉപയോഗിക്കുന്നത് വിലക്കിയിട്ട് ശർക്കര ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി.
അപ്പോൾ അങ്ങനെ സമരത്തിന്റെ തീക്ഷ്ണത മനസ്സിലാക്കിയ ഗവൺമെന്റ് എന്ത് ചെയ്തു? 1911 ആ ഒരു ബംഗാൾ വിഭജനം റദ്ദാക്കാൻ കാരണമായി. ആ 11 എന്ത് ചെയ്തു? ബംഗാൾ വിഭജനം റദ്ദാക്കുകയാണ് ചെയ്തത്. ഇനി അടുത്ത് നമ്മൾ കുറച്ച് ആളുകളൊക്കെ കൂടി പഠിക്കുകയാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളുമായിട്ട് ബന്ധപ്പെട്ട ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ പുതിയൊരു ഘട്ടത്തിലേക്ക് നയിച്ചു. അങ്ങനെ ആ ഒരു പുതിയ ഘട്ടം തുടങ്ങുവാണ് 1905 മുതൽ. അതാണ് ഏത്? തീവ്ര ദേശീയതയുടെ കാലഘട്ടം. അതുവരെ ഏതായിരുന്നു? മിതവാദി കാലഘട്ടമായിരുന്നു. ഇനി അങ്ങോട്ട് ഏതാണ്? തീവ്ര ദേശീയ കാലഘട്ടമാണ്. അപ്പോൾ തീവ്ര ദേശീയ കാലഘട്ടത്തിൽ വരുന്ന അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ലീഡർഷിപ്പ് ആരുടെ കയ്യിലായിരുന്നു എന്ന് വെച്ചാൽ ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് എന്നിവരായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ. ഇവരറിയപ്പെട്ട ഈ കൂട്ടുകെട്ട് അറിയപ്പെട്ട പേരാണ് ഏത്? ലാൽ പാൽ ബാൽ. അത് മുമ്പ് ചോദിക്കാറുണ്ട്. ലാൽ പാൽ ബാൽ എന്ന കൂട്ടുകെട്ടിൽ അറിയപ്പെടുന്ന വ്യക്തികൾ ആരൊക്കെയെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ബിപിൻ ചന്ദ്രപാല്, ലാലാ ലജ്പത് റായ്, അതേപോലെ ബാലഗംഗാധര തിലക് ഓർത്തുക. ഇതിൽ ബാലഗംഗാധര തിലക് തീവ്രദേശിയുടെ ഒരു മുഖ്യ വക്താവായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരാണ് ഏത്? ലോകമാന്യ. ലോകമാന്യ എന്ന് വിളിക്കപ്പെട്ടത് ബാലഗംഗാധര തിലകാണ്. അദ്ദേഹം 2 പത്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആ 2 പത്രങ്ങളാണ് മറാത്തയും കേസരിയും. അത് ഓർത്തുവെക്കണം, മറാത്തയും കേസരിയും. അതിൽ കേസരിയുടെ ഭാഷ മറാത്തി ഭാഷയിലായിരുന്നു കേസരി എന്ന പത്രം. അതേപോലെ മറാത്ത എന്ന പേരുള്ള പത്രം ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു എന്ത് ചെയ്യുന്നത്? പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഓർത്ത് വെക്കണം. ഇനി അദ്ദേഹത്തിൻ്റെ കോട്ടാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്നത് തിലകൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. അതും എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അതും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇനി സർവേന്ത്യ മുസ്ലിം ലീഗ്. ബംഗാൾ വിഭജന വിരുദ്ധത്തിന്റെ സമര കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത്. അതായത് 1906 ധാക്കയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? ആഗാ ഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സംഘടന രൂപീകരിക്കുന്നത്. അപ്പോൾ 1906 ധാക്കയും ഓർത്തുക, ആഗാ ഖാനും നവാബ് സലീമുള്ള ഖാനും ഓർത്തുവെക്കണം. സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ വക്താക്കളാണ് ഇവർ രൂപീകരിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് സൂറത്ത് സ്പ്ലിറ്റ്. സൂറത്ത് പിളർപ്പ് അല്ലെങ്കിൽ സൂറത്ത് സ്പ്ലിറ്റ് എന്നാണ് ഇത് അറിയപ്പെടുക. 1907 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടത്തത് സൂറത്തിൽ വെച്ചായിരുന്നു. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് ഈ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ നല്ല അഭിപ്രായ വ്യത്യാസം വർദ്ധിച്ചു വന്ന സമയമായിരുന്നു അത്. അങ്ങനെ 1907 കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം സൂറത്തിലാണ് നടന്നത്. ഈ സമ്മേളനത്തിൽ എന്ത് ചെയ്തു? കോൺഗ്രസ് പിളർന്നു. കോൺഗ്രസ് പിളർന്ന സമ്മേളനമാണ് 1907 INC സമ്മേളനം. അപ്പോൾ INC സമ്മേളനത്തിൽ ആണ് എന്ത് ചെയ്യുന്നത്? 1907 സൂറത്ത് സമ്മേളനത്തിലാണ് INC പിളരുന്നത്. അത് മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള തീവ്ര ദേശീയവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ ഫലമായിട്ടാണ്. ഇനി നമുക്ക് ഇവിടെ ഓർത്ത് വെക്കാനുള്ള ഹോം റൂൾ പ്രസ്ഥാനം. ഹോം റൂൾ പ്രസ്ഥാനം ബാലഗംഗാധര തിലകും അതേപോലെ ആനി ബസന്റും ആരംഭിച്ച പ്രസ്ഥാനമാണ് ഏത്? ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ 1916 എന്ത് ചെയ്യുന്നത്? ഈ ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക്കുകൾ എടുക്കുമ്പോൾ വരുന്നുണ്ട്. ഇനി അടുത്തത് ലക്നൗ സന്ധി. 1916 INCയുടെ സമ്മേളനം നടന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് ലക്നൌവിലായിരുന്നു. അങ്ങനെ ലക്നൌവിൽ 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുമ്പോൾ സൂറത്ത് സമ്മേളനത്തിൽ വഴിപിരിഞ്ഞു പോയ മിതവാദികളും തീവ്ര ദേശീയവാദികളും എന്ത് ചെയ്തു? അവിടെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. കൂടാതെ അതിൻ്റെ 1906 രൂപം കൊണ്ട സർവേന്ത്യ മുസ്ലിം ലീഗ് എന്ത് ചെയ്തു? ഇവരുമായിട്ട് സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. അങ്ങനെയാണ് ലക്നൗ സന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവരെല്ലാം കൂടി എന്ത് ചെയ്യാണ്? അവരെ ഒന്നിച്ചിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്. ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ വരാത്ത ഒരു PSC എക്സാം പോലും എന്ത് ചെയ്തില്ല, മുമ്പ് നടന്നിട്ടില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് ഈ ഒരു ചാപ്റ്റർ പഠിക്കുക. വൃത്തിക്ക് തന്നെ എന്ത് ചെയ്യുക? ഇതൊന്ന് SCERT ബുക്ക് തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഒന്ന് വായിച്ചു നോക്കുക. എന്നാൽ ഇതിനെ പറ്റിയുള്ള ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. കാരണം ഇതിൽ ഇനി അഡീഷണൽ ആയിട്ട് നമുക്ക് കുറേ കൂടി കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് വരാനുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അത് മനസ്സിലാവണം. ഇനി നമുക്ക് അടുത്തുള്ള എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ് ഇനി അടുത്ത വരാൻ പോകുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതിൽ സാമ്പത്തിക സ്രോതസ്സുകൾ, പ്രൈമറി സെക്ടർ, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. എന്തായാലും ആ ഒരു ചാപ്റ്റർ എത്തുമ്പോൾ എന്ത് ചെയ്യാം? അതിൽ നമുക്ക് വേറൊരു ക്ലാസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് വൃത്തിക്ക് പഠിക്കുക, എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ബൈ.